ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, ഈ നൂതനമായിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വികസനത്തിന് വളരെയേറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൽ തന്നെ ആ മാറ്റം ദൃശ്യമാണ് സർ. അത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റിനെയും വിശേഷിച്ച് മന്ത്രിയെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. സർ, വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖലയിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സഞ്ചാരികളുടെ എണ്ണത്തിൽ നല്ല മാറ്റം പ്രതിഫലിക്കുന്നുണ്ടോ സർ? അതൊന്ന് വിശദമാക്കാൻ സാധിക്കും? യെസ് മിനിസ്റ്റർ. സർ, 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ടൂറിസം മേഖലയിൽ കഴിഞ്ഞ 8 വർഷമായി സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളുമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീക്കായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട് സാർ. ഇപ്പോൾ മലബാർ പ്രദേശങ്ങൾ, അവിടെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പൊതുവെ നേരത്തെ തന്നെ പ്രകടന പത്രികയിൽ LDF ചൂണ്ടിക്കാട്ടി. അത് മൊത്തം കേരള ടൂറിസത്തിൻ്റെ കുതിപ്പിന് കാരണമാകും. ആ നിലയിൽ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചു. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം സഞ്ചാരികൾ വന്ന വർഷമായി 2024 മാറി എന്ന സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. 2,22,46,989 സഞ്ചാരികൾ 2024 വർഷം കേരളത്തിലേക്ക് വന്നു സാർ. ഇത് കോവിഡിന് മുമ്പുള്ള ഏറ്റവും വലിയ കണക്കെടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ 21% വർധനമുണ്ട് സാർ. എന്നാൽ കഴിഞ്ഞ വർഷമായിരുന്നു 2023 ആയിരുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സഞ്ചാരികൾ നമ്മുടെ സംസ്ഥാനത്ത് കടന്നു വന്നത്. അന്ന് നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു സാർ, 2023 അധികകാലം ഈ റെക്കോർഡ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പറ്റില്ല, 2024 അതിനെ മറികടക്കും എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. 2024 മറികടന്നിരിക്കുകയാണ്. 2024 2025 മറികടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ബജറ്റിൽ പ്രഖ്യാപിച്ച കെയിം ഹോംസ് പദ്ധതി വലിയ ആവേശമാണ് ഈ രംഗത്ത് ഉയർത്തിയിരിക്കുന്നത്. ഏത് തരത്തിൽ നടപ്പിലാക്കാനാണ് സർ ഉദ്ദേശിക്കുന്നത്? അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ കെ ഹോംസിലേക്ക് ആകർഷിക്കുവാൻ പ്രത്യേക പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടാകുമോ? വിശദീകരിക്കാൻ സാധിക്കും? യെസ് മിനിസ്റ്റർ. സാർ, വളരെ പ്രധാനപ്പെട്ടതും ജനങ്ങൾ പൊതുവെ അറിയാൻ താല്പര്യപ്പെടുന്നതുമായ ഒരു ചോദ്യമാണിത് സാർ. ബഡ്ജറ്റിൽ കെ ഹോംസിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സംസാരിച്ചതിന് ശേഷം പലരും വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സാർ. കേരള ടൂറിസത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്കറിയാം ഹോസ്പിറ്റാലിറ്റി ശൃംഖലയുടെ വിപുലീകരണമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി സാധ്യമാകുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് സാർ. ഉദുമ പഞ്ചായത്തിൽ ബഹുമാന്യനായ MLA ശ്രീ കുഞ്ഞമ്പുവിൻ്റെ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ 3 5 സ്റ്റാർ ഹോട്ടലാണ് സാർ. ഒരു പഞ്ചായത്തിൽ 3. സഞ്ചാരികൾ മുഴുവൻ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നവരെല്ലാം നമുക്കറിയാം. മിതമായ നിരക്കിലും മുറികൾ വേണം. അതിനിപ്പോൾ ഈ PWD റെസ്റ്റ് ഹൗസുകൾ ഓൺലൈൻ ബുക്കിംഗ് ആക്കിയതിൻ്റെ ഭാഗമായി 10-24 കോടിയുടെ അധിക വരുമാനം സർക്കാരിന് ലഭിച്ചു. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലും വലിയൊരു ശതമാനം സഞ്ചാരികളാണ്. ഇത് കണ്ടുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കെ ഹോംസ് എന്ന പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുകയാണ്. ഈ ആൾതാമസമില്ലാത്ത ഒഴിഞ്ഞ വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഫോർട്ട് കൊച്ചി, കുമരകം, കോവളം, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം വീടുകളിൽ ആളുകൾക്ക് മികച്ച താമസ സൗകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഹോംലി ഫുഡ് അടക്കമുള്ള സൗകര്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രത്യേക ബുക്കിംഗ് സൗകര്യം അടക്കം ആലോചിക്കുന്നുണ്ട്. ഇത് ബജറ്റ് പാസ്സായാൽ ഉടൻ തന്നെ അത് സംബന്ധിച്ച പരിശോധനയിലേക്ക് കിടക്കും എന്നുള്ളതാണ് സഭയെ ഞാൻ ഈ വേളയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്.